ഹായ് എവ്രി വൺ. കുറേ നാളായി ഞാനൊരു ലോങ് വീഡിയോ ഇട്ടിട്ട്. ഇത് ഇപ്പോൾ എടുത്തിട്ടൊരു ആഴ്ചയോളം ആയി. വോയിസ് ഓവർ കൊടുക്കാനും എഡിറ്റ് ചെയ്യാനും ഒക്കെ ഒത്തിരിയും ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ഇല്ലാതിരുന്നത് കൊണ്ടാണ് ഞാൻ കുറേ നാളുകളായിട്ട് ഇത് ചെയ്യാണ്ടിരുന്നത് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വീഡിയോസൊക്കെ എടുത്ത് വെക്കാനും ഇത് ഇടാനും ഒക്കെ. പക്ഷെ കുറച്ചധികം തിരക്കുകളിലേക്ക് പെട്ടുപോയത് കാരണം എനിക്ക് പറ്റിയില്ല. ഇപ്പോൾ നമ്മൾ പുതിയ വീട്ടിൽ കുറച്ച് ചെടികളൊക്കെ വന്നു തുടങ്ങി, കാണുന്നുണ്ടോ? അപ്പം കുറച്ച് പനിക്കൂർക്കയൊക്കെ വളർത്തിയിട്ടുണ്ടായിരുന്നു. കുറേ ദിവസമായിട്ടേ രാവിലെ എണീറ്റിട്ട് ചായ അവോയ്ഡ് ചെയ്തേക്കുമായിരുന്നു. ഞാനിവിടെ വന്നേ പിന്നെ ചായ അങ്ങനെ കുടിക്കാറേ ഇല്ലായിരുന്നു. പിന്നെ കുറേ നാൾ കഴിയുമ്പോൾ നമുക്ക് വീണ്ടും ഒരു ചായനോടൊരു അഫിനിറ്റി വന്നു. അങ്ങനെ വീണ്ടും ചായ കൂടി തുടങ്ങിയപ്പം നമുക്കൊരു ഉള്ളിലൊരു ഇതാണല്ലോ, അയ്യോ വേണ്ട വേണ്ട വേണ്ട. അപ്പം അങ്ങനെ അത് അവോയ്ഡ് ചെയ്തിട്ട് ഇനി കുറച്ച് ദിവസം പനിക്കൂർക്കയുടെ വെള്ളം രാവിലെ കുടിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ പനിക്കൂർക്ക നല്ല വളർന്ന് നല്ല ഇതായിട്ട് നിൽക്കണ കണ്ടപ്പോൾ അത് നുള്ളി എടുത്തു കഴിഞ്ഞാൽ അതിന് ബ്രാഞ്ചസും വരുമല്ലോ. അങ്ങനെ രാവിലെ പനിക്കൂർക്ക വെള്ളം ഉണ്ടാക്കിയിട്ട് ബാക്കി പണികളിലോട്ട് കിടക്കാമെന്ന് വിചാരിച്ചു. തേജിക്കുട്ടിക്ക് ഇന്ന് സ്കൂളിൽ പോകണം, എക്സാം ടൈമാണ്. അപ്പോൾ അവൾക്കൊരു 12:30 ആ ടൈം കൊണ്ട് അവൾ തിരിച്ചെത്തും. അപ്പോൾ ഫുഡൊന്നും കൊടുത്തു വിടണ്ട, രാവിലെ കഴിക്കാനുള്ളത് മാത്രം നോക്കിയാൽ മതി. അതും സിമ്പിളായിട്ടുള്ള എന്തെങ്കിലും പരിപാടി ചെയ്ത് ഒതുക്കാം എന്ന് വിചാരിച്ചാണ് ഞാനങ്ങനെ ഇരിക്കണേ. അപ്പോൾ എപ്പോഴും രാവിലെ ചായ തിളപ്പിക്കുന്നത് മാത്രം ഇൻഡക്ഷൻ കുക്കറിലാണ്. എന്നിട്ട് പോലും നല്ലപോലെ കറണ്ടിൻ്റെ യൂസേജ് വരുന്നുണ്ട് ഇൻഡക്ഷൻ കുക്കറിൽ. അങ്ങനെ ആരും തന്നെ ഇപ്പം ഒന്നും ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു. പൂരി ഉണ്ടാക്കാനാണ് നമ്മുടെ നെക്സ്റ്റ് പ്ലാൻ. ഞാനേ പൂരി ഉണ്ടാക്കാനും ചപ്പാത്തി ഉണ്ടാക്കാനും ഒട്ടും എക്സ്പേർട്ട് അല്ലായിരുന്നു. ഞാനത് ഓൾറെഡി പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ചപ്പാത്തിയൊക്കെ ഇവിടെ സിജാൻ്റെ വീട്ടിൽ വന്ന പിന്നെയാണ് ഞാൻ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാൻ തന്നെ ചെയ്ത് പഠിച്ചത്. അപ്പോൾ ഇവിടെ ഞങ്ങളിപ്പം ഇവിടെ ഇങ്ങോട്ട് മാറിയിട്ട് പൂരിയും ചപ്പാത്തിയൊക്കെ ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. പക്ഷെ ഞാൻ വലിയ എക്സ്പേർട്ടൊന്നുമല്ല. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ നോക്കിയപ്പം ഈ പൂരി ഉണ്ടാക്കുമ്പോൾ നല്ല ഫ്ലഫി ആയിട്ട് നല്ല വീർത്ത് വരത്തില്ലേ, അങ്ങനെ ചെയ്യാനായിട്ട് എന്ത് ചെയ്യും എന്ന് ടിപ്സ് വല്ലതും ഉണ്ടോ എന്നറിയാൻ വേണ്ടി നോക്കി കണ്ടുപിടിച്ചതാണ്. അതായത് നമ്മൾ ഗോതമ്പിൻ്റെ പൊടിയാണല്ലോ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഒപ്പം കുറച്ച് റവയും കുറച്ച് ഗീയും ഉപ്പും കൂടെ ഇട്ടിട്ട് ഞാൻ ഒറ്റയടിക്ക് വെള്ളം ഒഴിച്ചാണ് സാധാരണ ഇത് ചപ്പാത്തിയുടെ മാവ് ഉണ്ടാക്കാറ്. അപ്പോൾ അങ്ങനെ അല്ലാണ്ട് പുട്ടിന് നനക്കുന്ന പോലെ കുറേശ്ശെ നനച്ചിട്ട് നനച്ച് വരുമ്പം നമുക്ക് ആ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് എത്തുമ്പം നിർത്തുക വെള്ളം ഒഴിക്കൽ. അത് കഴിഞ്ഞ് പിന്നെ കൈവച്ച് നല്ല സോഫ്റ്റായിട്ട് കുഴച്ച് നീഡ് ചെയ്തങ്ങ് എടുക്കണം. അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കുമ്പം നല്ല ഫ്ലഫി ആയിട്ട് വരും എന്നാണ് അവർ പറയണത്. പിന്നെ നമ്മൾ ചപ്പാത്തിക്ക് നമുക്ക് നല്ലപോലെ സ്പ്രെഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പരത്തി അങ്ങ് നൈസാക്കണ്ടല്ലോ, നല്ല ഇച്ചിരി കട്ടിയിലെടുക്കണം, എന്നാൽ മാത്രമേ നമുക്ക് വീർത്ത് വരുള്ളൂ. അതിനിടയ്ക്ക് മുകളിലാണ് സുജനും തേജും കിടന്നുറങ്ങണത്. അപ്പം അവരെ പോയി വിളിക്കാൻ സമയമില്ലാത്ത കാരണം ഞാൻ ഫോണിൽ വിളിക്കുകയാണ് കേട്ടോ. ഫ്രിഡ്ജിൽ നിന്ന് പുറത്ത് വെക്കേണ്ട സാധനങ്ങളൊക്കെ എടുത്ത് പുറത്ത് വെക്കുന്നുണ്ട്. പിന്നെ ഇതിന് കറി ഉണ്ടാക്കാനായിട്ട് ഇന്നലെ കടലക്കറി വെച്ചതിൻ്റെ ബാക്കി ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ സിജാൻ്റെ ഫേവററ്റ് കോമ്പിനേഷനാണ് പൂരി ആൻഡ് ചട്നി. അപ്പോൾ ഒരു ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മിക്കവാറും ദിവസങ്ങളിൽ എനിക്ക് തേങ്ങ ചിരണ്ടൽ ഭയങ്കര മടിയാണ്. തേങ്ങ ചിരണ്ടി ഫ്രിഡ്ജിൽ യൂസ്വലി വെക്കാറുണ്ട്. അങ്ങനെ ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതുപോലെ തേങ്ങയുടെ ഇതില്ലേ കൊപ്രയാക്കി എടുക്കും. കൊപ്രയെന്നാണോ നിങ്ങൾ പറയണതെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ തേങ്ങയുടെ മറ്റേ ചിരട്ട മാത്രം മാറ്റിക്കഴിഞ്ഞ് ആ ഉണ്ടയാക്കി എടുക്കും. എന്നിട്ട് പിന്നെ അത് അരിഞ്ഞ് പെട്ടെന്ന് മിക്സിയിലിട്ട് അടിച്ചങ്ങ് എടുത്താൽ മതിയല്ലോ. അതാണ് ഏറ്റവും എളുപ്പപ്പണി. ഇത് ഇച്ചിരി ഡ്രൈ ആയിട്ട് ഉള്ളിൽ വെള്ളം ഇല്ലാത്ത തേങ്ങയായിരുന്നു, അത് കാരണം പെട്ടെന്ന് അത് കൊപ്രയായിട്ട് കിട്ടിയിട്ടുണ്ടേ. ഈ പൂരിയും ചമ്മന്തിയും കോമ്പിനേഷൻ സിജേൻ്റെ ഫേവറേറ്റ് ആണെങ്കിൽ എനിക്ക് തീരെ ഇഷ്ടമില്ല കേട്ടോ. എനിക്ക് കറിയൊക്കെ ഉള്ളത് തന്നെയാണ് ഇഷ്ടം.
പിന്നെ ഞാൻ ഇന്ന് ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതിൻ്റെ കാരണം കടലക്കറി ഓൾറെഡി ഇരിക്കുന്ന കൊണ്ടാണ്. ഇപ്പോൾ ഒരു കടലക്കറി ഉണ്ടെങ്കിൽ പൂരി, കടലക്കറി, ചട്നി നിങ്ങൾ കഴിച്ചു നോക്കിയിട്ടില്ലെങ്കിൽ കഴിച്ചു നോക്കണം, ഭയങ്കര അടിപൊളിയാണ്. അല്ലാതെ എനിക്ക് ചട്നിയും പൂരി, ചപ്പാത്തി ഇതൊന്നും എനിക്കങ്ങനെ ഇഷ്ടമില്ല. പൂരി മസാല ഇപ്പം നമ്മൾ കടയിൽ പോയി വാങ്ങിക്കുവാണെങ്കിൽ പൂരിയുടെ കൂടെ മസാല ഉണ്ടാവും, ചമ്മന്തി ഉണ്ടാവും. പക്ഷെ ആ മസാലക്കറിയുടെ കൂടെ ചട്നി എനിക്ക് യൂസ് ചെയ്യാൻ ഇഷ്ടമില്ല. പൂരി മസാല വാങ്ങിയാൽ പൂരിയും ആ പൊട്ടാറ്റോ കറിയും മാത്രമേ ഞാൻ കഴിക്കാറുള്ളൂ. എനിക്കിഷ്ടവുമില്ല അത്രയ്ക്ക്. പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഞാൻ ഈ എണ്ണ പലഹാരങ്ങളധികം പ്രിഫർ ചെയ്യുന്നില്ല. പക്ഷെ ഇവിടെ സിജുചേട്ടനാണ് ഏറ്റവും ഈ പൂരിനോട് ഇൻട്രസ്റ്റ്. തേജു ഓക്കെ, ഞാനും ഓക്കെയാണ്. അങ്ങനെ ഞാൻ ഓരോന്നായിട്ട് പരത്തിയെടുക്കുവാണ്. ഞാൻ ഉണ്ടാക്കി പിച്ച് കൂടിപ്പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് മാറ്റി വെക്കാം, എന്നിട്ട് ഇപ്പോഴത്തേക്ക് ആവശ്യമുള്ളത് മാത്രം അങ്ങ് പരത്തി വേഗം എടുക്കുവാണ്. അപ്പോഴേക്കും തേജുക്കുട്ടിയൊക്കെ ഓൾമോസ്റ്റ് എണീറ്റ് സെറ്റായി പതുക്കെ വന്ന് തുടങ്ങുന്നുണ്ട്. ബാക്കിൽ അങ്ങോട്ടേക്ക് എനിക്ക് ക്യാമറ നീക്കി വെക്കാനൊന്നും സമയമില്ലാത്തത് കൊണ്ടാണ് ഞാനിവിടെ തന്നെ ഒതുക്കുന്നത് കേട്ടോ. അങ്ങനെ കടലക്കറി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ വെച്ച് അതിനകത്ത് എണ്ണ ഒഴിച്ച് നമുക്ക് പൂരി ഫ്രൈ ചെയ്തെടുക്കാനുള്ള പരിപാടിയും ചെയ്യുന്നുണ്ട്. എണ്ണ ഒത്തിരി അങ്ങ് ഒഴിക്കണ്ട. നമുക്ക് എത്ര നമ്പർ ഓഫ് പൂരി ഉണ്ടാക്കുന്നുണ്ടോ അത്രയും ഏകദേശം എടുത്താൽ മതി. നോക്കിക്കോട്ടോ, നല്ല സൂപ്പറായിട്ട് പൂരി ആയിട്ട് വരുന്നുണ്ട്. സാധാരണ ഞാൻ ചെയ്യുമ്പം ഇത്രയും അങ്ങനെ ഫ്ലഫി ആയി വരാറില്ല. ഇതിപ്പോൾ കണ്ടോ, മൊത്തമായിട്ട് അതങ്ങ് വീർത്ത് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതുപോലെയാണ് ശരിക്കും പൂരിയുടെ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. കറക്റ്റ് ആ ഒരു ഇതിൽ വന്നാലേ നമുക്ക് അങ്ങനെ കിട്ടുള്ളൂ. അങ്ങനെ തേജുക്കുട്ടിക്കുള്ള പോർഷൻ ഞാനങ്ങ് മാറ്റി വെക്കുവാണ്. ഒത്തിരി ആറിയാലല്ലേ വേഗം കഴിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ കുറച്ച് കടലക്കറിയും ചമ്മന്തിയും പൂരിയും നല്ല സൂപ്പർ കോമ്പിനേഷനാണ്. ട്രൈ ചെയ്ത് നോക്കാത്തവർ ട്രൈ ചെയ്ത് നോക്കണേ, നല്ല ടേസ്റ്റിയാണ്. പിന്നെ അപ്പോഴേക്കും ഞാൻ പറഞ്ഞില്ലേ, ബാക്കിൽ ഓൾറെഡി അവരെണീറ്റ് സെറ്റാവുന്നുണ്ടായിരുന്നു. ഓൾറെഡി കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ ഇടിപ്പിച്ചിട്ടുണ്ട്. കുളിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. തേജു ഇപ്പം തനിയെ എല്ലാം ചെയ്യാനൊക്കെ ആയി. അവൾ ഇൻഡിപെൻഡൻ്റായിട്ട് എല്ലാം ചെയ്തോളും. പിന്നെ നമുക്ക് സമയം ഇല്ലാത്തത് കൊണ്ടിട്ട് ഡ്രസ്സൊക്കെ വേഗം ഇട്ട് കൊടുക്കും. സമയം ഉള്ള ദിവസങ്ങളിലാണെങ്കിൽ അവൾ തന്നെ എല്ലാം ചെയ്തോളും. മുടി മാത്രം കെട്ടിക്കൊടുത്താൽ മതി. മുടി ഒറ്റയ്ക്ക് കെട്ടുകയൊക്കെ ചെയ്യും. പക്ഷേ ഇത്രയും ഹെയർ ഉള്ളത് കാരണം നല്ല പ്രോപ്പർലി ടൈ ചെയ്ത് വെക്കാനൊന്നും ആയിട്ടില്ല. അപ്പോൾ ഞാൻ മുടിയൊക്കെ കെട്ടിക്കൊടുക്കും. രാവിലെ തന്നെ തലയൊന്നും നനപ്പിക്കാറില്ല. ഒന്നാമത് തേജുക്കുട്ടിക്ക് ഒരു ഇത്തിരി തിക്ക് ഹെയർ ആയത് കാരണം മുടി പെട്ടെന്ന് ഉണങ്ങില്ല. അപ്പോൾ ഞാൻ വൈകുന്നേരം വന്നിട്ടോ അല്ലെങ്കിൽ ഒരു 2 days ഗ്യാപ്പിലൊക്കെയാണ് ഹെയർ വാഷ് പ്രോപ്പർലി ചെയ്യാറുള്ളത്. അപ്പോൾ അതിനിടയ്ക്ക് ഫുഡൊക്കെ വാരി കൊടുക്കുന്നുണ്ട്. ഞാൻ മുടി കെട്ടുന്നു, തേജു ഫുഡ് വാരി കൊടുക്കുന്നു. ഇത് ഒരു റിയൽ ലൈഫ് സിനറിയോ ആണ്. മിക്ക വീടുകളിലും ഇങ്ങനെ തന്നെയായിരിക്കും ധൃതിപ്പാട്. അപ്പോഴാണ് തേജു കഴിഞ്ഞ ദിവസം ക്ലാസ് ഫോട്ടോ കാണിക്കുന്നത്. അപ്പോൾ ക്ലാസ് ഫോട്ടോ 2-3 ദിവസമായിട്ട് ബാഗിൽ അങ്ങനെ ഇരിക്കുവാണ്. പെട്ടെന്ന് മറ്റേ എക്സാമിനുള്ള സാധനങ്ങൾ എടുത്ത് വെക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഈ ഫോട്ടോ കണ്ട് കേട്ടോ. അങ്ങനെ പോവാൻ റെഡിയായി. പോകാൻ പോവാണേ, ഷൂസൊക്കെ ഇട്ട്. അപ്പോൾ സിജേട്ടന് അവിടെ ചെടിയൊക്കെ കുറച്ച് നനച്ചൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഉമ്മയൊക്കെ തന്ന് സന്തോഷമായിട്ട് എക്സാം നന്നായിട്ട് പഠിച്ചിട്ടാണ് പോണത്. നന്നായിട്ട് അറ്റംപ്റ്റും ചെയ്യാറുണ്ട്. തേജു കുറച്ചുകൂടി അങ്ങനെയുള്ള കാര്യത്തിലൊക്കെ അക്കാഡമിക് വൈസിലൊക്കെ കുറച്ച് എക്യുപ്ഡാണ് ആൾ. നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്ന അല്ല, ഔട്ട് ഓഫ് സിലബസാണ് കൂടുതലും ഇവർക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത്. എന്നാലും അവളത് എങ്ങനെയെങ്കിലുമൊക്കെ അറ്റംപ്റ്റ് ചെയ്ത് നന്നായിട്ടൊക്കെ എഴുതാറുണ്ട്. പിന്നെ ഞങ്ങൾ വന്ന് റിലാക്സ് ചെയ്ത് ഫോണൊക്കെ കണ്ട് സംസാരിച്ച് ചായയൊക്കെ കുടിച്ച്, അങ്ങനെ ചായ അല്ല പനിക്കൂർക്ക വെള്ളം. അപ്പോൾ ഇന്നത്തേക്ക് അത്രയേ ഉള്ളേ. സീ യു ബൈ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.